നൈസ് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദുഃഖവെള്ളി. യേശുവെന്ന പച്ചയായ മനുഷ്യൻ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞു മരിച്ച ദിനം. സുവിശേഷകന്മാർ യേശുവിൻ്റെ ജീവിതത്തെ സംഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ നന്മ ചെയ്ത് കടന്നുപോയി. അതെ, അവൻ നന്മ മാത്രം ചെയ്തിട്ടും അവൻ ക്രൂശിക്കപ്പെട്ടു. ആധുനിക മനഃശാസ്ത്രം പറയുന്നു, കുരിശിൽ തൂങ്ങിക്കിടന്നപ്പോൾ യേശു അനുഭവിച്ച ഏറ്റവും വലിയ വേദന താൻ സ്നേഹിച്ച എല്ലാവരും തന്നെ ഉപേക്ഷിച്ചു എന്നതാണെന്ന്. യൂദാസ് ചുംബനം കൊണ്ട് അവിടുത്തെ ഒറ്റിക്കൊടുത്തു. പത്രോസ് അവിടുത്തെ തള്ളിപ്പറഞ്ഞു. മറ്റു ശിഷ്യന്മാർ ഓടിയൊളിച്ചു. ഇവനെ ഞങ്ങൾ അറിയില്ല എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നു. ഇതിൽ പരം വേദന മറ്റെന്താണുള്ളത്? ഇത്തരം ചില സാഹചര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകാം. എല്ലാവരാലും തിരസ്കരിക്കപ്പെടുന്ന, ഒറ്റപ്പെടുന്ന, ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചുവെന്ന് ചിന്തിക്കുന്ന അവസ്ഥ. ഈ അവസരത്തിൽ യൂദാസിനെ പോലെ യേശുവിൽ നിന്നും ഓടിപ്പോയി ജീവിതം അവസാനിപ്പിക്കാതെ പത്രോസിനെ പോലെ പൊട്ടിക്കരയാൻ നമുക്ക് കഴിയണം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അവിടുത്തെ മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുവാൻ നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. അതായത് നമ്മൾ ഓരോരുത്തരും ഈശോയെപ്പോലെ ആകണം. നമ്മളിൽ ഓരോരുത്തരിലും ഈശോ ജനിക്കണം എന്നർത്ഥം. ഈ ദുഃഖവെള്ളിയാഴ്ച ഈശോയെപ്പോലെ സ്നേഹിക്കാൻ, ഈശോയെപ്പോലെ കരുണ കാണിക്കാൻ, ഈശോയെപ്പോലെ പ്രാർത്ഥിക്കാൻ, ഈശോയെപ്പോലെ നന്മ ചെയ്യാൻ, ഈശോയെപ്പോലെ ക്ഷമിക്കാൻ, ഈശോയെപ്പോലെ സഹിക്കാൻ, അങ്ങനെ ഈശോ എന്നിൽ പുനഃസൃഷ്ടിക്കപ്പെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാവട്ടെ ഈ ദുഃഖവെള്ളിയുടെ ധ്യാന വിഷയവും.